എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെജ് ഫിഷ് കറിയാണ്. ഗോവയ്ക്ക, തക്കാളി എന്നിവ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത്. അതിനായി ഒരു 6 ഗോവയ്ക്ക എടുത്ത് അത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് എടുക്കുക. വലിയൊരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ആ തക്കാളിയും പൊടിയായി അരിഞ്ഞു വയ്ക്കുക. ഇനി കറിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ചെറിയ ജാറിൽ 1 ഗ്ലാസ് നാളികേരം ചിരകിയത്, അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ അളവിൽ മുളക് പൊടി എടുക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് എന്നിവ ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കുക. ഇനി കറി വയ്ക്കാൻ ആവശ്യമായ വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗോവയ്ക്ക, തക്കാളി, 1 നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ടത്, 2 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില. ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ എന്നിവ ചേർക്കുക. നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി ചേർക്കുക. തക്കാളി ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. തക്കാളി നല്ലപോലെ വാടി വരുന്നതിനായി അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പുപൊടി ചേർക്കുക. തക്കാളി നല്ലതുപോലെ വാടി വരേണ്ടതാണ്. തക്കാളി നല്ലതുപോലെ വാടി വരുന്നതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗോവയ്ക്ക ചേർക്കണം. ഗോവയ്ക്ക ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. ഗോവയ്ക്ക ശരിയായ രീതിയിൽ വാടിയാൽ മാത്രമാണ് കറി നല്ല രുചികരമായി തീരുകയുള്ളൂ. അതിനായി നമ്മൾക്ക് ഈ പാത്രം 5 മിനിറ്റ് നേരം അടച്ചു വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ ഗോവയ്ക്ക പകുതി വാടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് പച്ചമുളക് നീളത്തിലരിഞ്ഞത് 2 എണ്ണം, 2 തണ്ട് കറിവേപ്പില എന്നിവ ചേർത്ത് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വയ്ക്കുക. അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും തുറന്ന് നോക്കിയാൽ ഗോവയ്ക്ക നല്ലതുപോലെ വാടിയിരിക്കുന്നതായി കാണാം. അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. അരപ്പിൻ്റെ പച്ചമണം മാറിക്കിട്ടുന്നത് വരെ ഇതുപോലെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം പുളി പിഴിഞ്ഞ വെള്ളം ചേർക്കുക. വാളൻപുളിയാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നീട് മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ച് അതും ഇതിൽ കൂടെ ചേർക്കാം. പോരാത്ത വെള്ളം ചേർത്ത് ലൂസാക്കിയതിന് ശേഷം 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് അടച്ചു വയ്ക്കുക. 15 മിനിറ്റ് നേരം തീ സിമ്മിലിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം. മീൻ കറി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.